ചിഞ്ചുറാണിയാണ്. അല്ലല്ല നിങ്ങൾ കണ്ട ഇത്രയും നേരം ഒരു ഭാഗം നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. 15 കിലോ അരി വേണം. ഞാൻ എവിടെ പോട്ട് എൻ്റെ ഭർത്താവിൻ്റെ തുച്ഛമായ പെൻഷൻ കൊണ്ട് ഞാൻ ഇത്രയും എണ്ണത്തിന് എങ്ങനെ വളർത്തും? ആരോ ജന്തു സ്നേഹി എന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് കോടികൾ പണം അവർ തന്നു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റിയാണ്. എന്തിനെന്നറിയാം? ആരും തരാതിരിക്കുക. പക്ഷേ അവർക്ക് അവരെ വായിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാവാത്ത രോഗം വരും. നിങ്ങളത് ഇതിൽ ഒരു സ്ത്രീക്കായിരുന്നാലും ഒരു പട്ടിക്കായിരുന്നാലും അതിൻ്റെ ഗർഭപാത്രം എടുത്ത് നീക്കം ചെയ്യുമ്പോൾ ഹോർമോണിൻ്റെ ഉൽപ്പാദനം തീർന്ന് പിന്നെ അത് ഡിപ്രസ്ഡ് ആവും. അത് വയലൻ്റായി നാക്കും താത്ത് പിടിച്ചു ഉമിനീര് ഒഴുക്കി മ്ലാനമായി ഇങ്ങനെ ആളുകളെ നോക്കുമ്പോൾ പേപ്പട്ടി എന്ന് വിളിച്ചു കൂവി അത് വേവിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അത് തിന്നുകൊണ്ടപ്പോൾ ഇയാൾ വന്നു ചക്കക്കുരു മുരിങ്ങയൊക്കെയാണ് തത്തൈക്കുഴി എല്ലാം കൊടുത്ത് കിടപ്പുണ്ട. അവൻ അതിനെടുത്ത് തറയെ തട്ടിയിട്ട് എനിക്ക് ബലം പ്രയോഗിക്കാം. എന്നെ ഇന്നത്തെ ഈ സ്ഥിതിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയനാ. നമസ്കാരം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പേയാട് BP നഗറിലുള്ള ആക്ഷൻ ഫോർ ഡിസ്ട്രസ്ഡ് അനിമൽസ് എന്ന സംഘടനയുടെ ആസ്ഥാനമാണ്. ഇതൊരു സംഘടനാ ആസ്ഥാനമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇവിടുത്തെ ദയനീയ കാഴ്ചകൾ ഞങ്ങൾ DNA ന്യൂസ് നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. നിങ്ങളിത് കാണണം, ഇത് വിലയിരുത്തണം. ഉപേക്ഷിക്കപ്പെട്ട തെരുവ് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ട് എന്ന കേട്ടറിവിലാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. എന്താണ് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ തുച്ഛമായ പെൻഷൻ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇതിനെ ഒരു 5 ദിവസം പോലും ചിലവഴിക്കാൻ പറ്റില്ല. 15 കിലോ അരി ഡെയിലി വേണം. പിന്നെ കൂടാതെ അപകടത്തിൽപ്പെട്ട ജീവികളായതുകൊണ്ട് മരുന്നാണ് അത്യാവശ്യം. മരുന്ന് ആഹാരങ്ങൾ എല്ലാം ഇങ്ങനെ കൊടുത്ത് വളർത്തണം. അപകടത്തിൽപ്പെട്ടതിനെ കൊണ്ടുവരുമ്പോൾ വലിയൊരു ചിലവാണ്. സമൂഹത്തിൽ പലരും പല കിംവദന്തികൾ നമ്മളെക്കുറിച്ച് പറയുന്ന നമുക്ക് പണം ഇന്ന് വരെ ആരും ഞങ്ങൾക്ക് പണം തരുന്നില്ല. ആരെങ്കിലും തന്നെങ്കിൽ ഇങ്ങനെ ഇട്ടേക്കില്ല. ഇപ്പോഴും എൻ്റെ ദുഃഖം എന്തെന്ന് പറഞ്ഞാൽ മഴ പിടിച്ചാൽ ഇവരെല്ലാവരും നനയും. ഇവിടെ രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾ പോകുമ്പോൾ കാണിച്ചു തരാം. പഞ്ചായത്തുകാർ ഞങ്ങളോട് ഇതിന് എതിരായതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അറിയാതെ ഒരു ഓട വെട്ടൂല. ആറ്റിലേക്ക് ഒരു ഓടയ്ക്ക് ഓർഡർ വന്നതിന് സെക്രട്ടറി അതിലെ വളച്ച് വെട്ടി ഞങ്ങളുടെ അടുക്കളയിൽ കൂടെ വിട്ടേക്കണം. നിങ്ങൾ ആ ഓടയും കൂടെ കണ്ടിട്ട് പോകണം. മഴക്കാലത്ത് വെള്ളം കയറിയ 2018 ജലപ്രളയത്തിൽ വെള്ളം കയറി അന്ന് കിടന്ന 7 ആട് 100-ൽ കൂടുതൽ താറാവും കോഴികളും വെള്ളത്തിൽ ഒഴുകിപ്പോയി. പാത്രങ്ങൾ ഒഴുകിപ്പോയി. ഞാൻ കളക്ടറേറ്റിലും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അപേക്ഷ കൊടുത്തിട്ട് ഒരു നയാ പൈസയോ ഒരു പ്രതികരണമോ ചെയ്തില്ല. RDO മാത്രം ഇവിടെ ഓടി വന്ന് ഓട മാറ്റി വെട്ടാന്ന് പറഞ്ഞ് 2018 നടന്ന സംഭവം അവർ ഓട ഇതിനകത്തൂടെ വെട്ടിവിട്ട്. എന്തിനാണ്? അപ്പോഴെങ്കിലും ഞാൻ ഇതിനെ അവസാനിപ്പിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യുമെന്നോർത്ത്. പക്ഷേ ഇന്നിപ്പോൾ എത്ര 24 അവർ ഓട മാറ്റി വെട്ടിയില്ല. ഓർഡർ തന്നിട്ടുണ്ട് ഓട ഞങ്ങൾ മാറ്റി വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ 133 വകുപ്പ് ക്രിമിനൽ കുറ്റമാണ് ഓട വെട്ടി ഇതിനകത്തൂടെ ഇട്ട് എന്ന് പറഞ്ഞാൽ RDO ഓർഡർ തന്നിട്ടുണ്ട്. RDO ഇവിടെ എത്തി. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുകൊണ്ട് മഴ പിടിക്കുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് വാരിക്കൊണ്ട് പോകും? മോനെ 1-2 ജീവിയാണെങ്കിൽ നമുക്ക് എടുത്തും കൊണ്ട് കയ്യിൽ പിടിച്ചും കൊണ്ട് ആ റോഡിലോട്ട് കയറി നിൽക്കാം. ഇത്രയും ജീവജാലങ്ങളെ കൊണ്ട് ഞാനും ഒരു ഒറ്റയ്ക്ക് മരിക്കുകയേ ഉള്ളൂ ഇനി വരാൻ പോകുന്ന വലിയ ജലപ്രളയത്തിൽ. നമ്മളിതിപ്പം നിങ്ങളുടെ ചിഞ്ചുറാണിയല്ലേ മന്ത്രി, നമ്മുടെ ചിഞ്ചുറാണിയാണ്. അല്ലല്ല ഞങ്ങൾ അവരുടെയൊക്കെ ശ്രദ്ധയിലെത്തിക്കും കാര്യങ്ങൾ. അല്ല ഞങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ഞങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയില്ലേ? ഞങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ കഴിയൂ. എടുത്ത് നിങ്ങൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ആരെങ്കിലും ഒരു 10 രൂപ സഹായി. നിങ്ങൾ കണ്ട ഇത്രയും നേരം ഒരു ഭാഗം നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. 15 കിലോ അരി വേണം. ഞാൻ എവിടെ പോട്ട് എൻ്റെ ഭർത്താവിൻ്റെ തുച്ഛമായ പെൻഷൻ കൊണ്ട് ഞാൻ ഇത്രയും എണ്ണത്തിന് എങ്ങനെ വളർത്തും? നിങ്ങൾ ഈ ദയവായി ആ ഫോൺ നമ്പർ എൻ്റെ അക്കൗണ്ട് നമ്പരും കൊടുത്താൽ ആരെങ്കിലും 10 കിലോ അരി തരട്ടെ. പണം വേണ്ട. ഞാൻ ഇങ്ങനെ കിടന്ന എന്ത് ചെയ്താൽ ഇപ്പം നോക്കി മേക്കൂരയില്ല. ഈ മഴയത്ത് അവർ തന്നെയും വെയിലടിച്ച് ഈ ചിഞ്ചുറാണി എന്ന് പറയുന്ന മന്ത്രിക്കൊക്കെ നമ്മളെ അറിയാം. അവിടെ പരാതി കൊടുത്തിരുന്നോ മന്ത്രിക്ക്? എന്തിനാ പരാതി കൊടുക്കണം? എന്തിനാ? അവർക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാ കൊടുക്കണത്? അപേക്ഷകൾ 1000-കണക്കിന് കളക്ടറേറ്റിലും മന്ത്രിമാർക്കും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായതാണ് കിടക്കണം ഞങ്ങൾ കാണുന്നത്.
ഈ കിടക്കണ നടപടി നിങ്ങൾ കണ്ട നടപടിയാണ് ഇങ്ങനെ കിടക്കണം. പിന്നെ അനാവശ്യമായി ഈ ആരോ ജന്തുസ്നേഹി എന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് കോടികൾ പണം അവർ തന്നു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റിയാണ്. എന്തിനെന്നറിയാം? ആരും തരാതിരിക്കുക. പക്ഷേ അവർക്ക് അവരെ വായിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാവാത്ത രോഗം വരും. നിങ്ങളത് ഇതിൽ പറയണം, അവർ ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് പണം ആര് തന്നാലും ഞാൻ കള്ളം പറയണോ? നോക്കണം. എന്തിനാ കള്ളം പറയണം? ജീവികളില്ലേ കൊടുക്കാൻ? അവർക്ക് ഭക്ഷണം മാത്രമല്ല, അവർ നനയാതെ കിടക്കാൻ കൂട് വേണം, മരുന്ന് വേണം. ഇതെല്ലാം അപകടത്തിൽപ്പെട്ട ജീവികളാണ് രക്ഷിക്കുന്നത്. എന്തുമാത്രം മരുന്ന് വേണമെന്നറിയാം. അപ്പോൾ ഈ കള്ളം പറയരുത്. കള്ളം പറയുന്നവൻ തൽക്കാലം വിജയിക്കും, എന്നെ ചിലപ്പോൾ ദോഷപ്പെടുത്താം. പക്ഷെ അവൻ്റെ ഭാവിയിൽ അവൻ്റെ തലമുറയ്ക്ക് വരാൻ പോകുന്ന ശാപം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ കട്ട് ചെയ്യരുത്. അത് അതുപോലെ പറഞ്ഞിരിക്കണം. ഉറപ്പായിട്ട് ഞങ്ങൾ കൊടുക്കാം. അതുപോലെ ഈ ഇത് പട്ടികളൊക്കെ ഇന്നിപ്പോൾ പട്ടിണിയാണോ? ഇത് പട്ടിണിയാണ്. നിങ്ങൾ വന്ന് നോക്കണം. നേരം നമ്മൾ ഇത്രയും നേരം അത് അടുപ്പ് കൊടുക്കണം. 15 കിലോ അരി വേണം. അരി കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യും നമ്മൾ? 15 കിലോ അരി ഈ വീട്ടിൽ ഒരു ദിവസം വേണം. നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് ചെന്ന് നോക്കി. ഇത്രയും എണ്ണത്തിന് ഞാൻ ഒരാൾ എന്ത് ചെയ്യും? ആരും നമുക്ക് പണം തരുന്നില്ല. സർക്കാർ നല്ലതായി ചെയ്യുന്നവർക്കാണ്. ഇങ്ങനെയാണോ? എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ വേറെയൊക്കെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടല്ലോ, ഇങ്ങനെ എവിടെയെങ്കിലും കിടക്കുമോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. പട്ടിയെ പിടിച്ച് വന്ധ്യംകരിച്ച് റോട്ടിൽ വിടുന്നതിന് 5 കോടി 10 കോടി 6 കോടി വർഷം തോറും സർക്കാർ കൊടുക്കുന്നു. അത് പിടിക്കുക, വന്ധ്യംകരിക്കുക, റോട്ടിൽ വിടുക. അവർക്ക് ആർക്കും ബാധ്യതയില്ല. ഇതെനിക്ക് വിശപ്പറിയണം, ദാഹം അറിയണം, അസുഖം വന്നാൽ മരുന്നറിയണം, കുത്തിവെപ്പറിയണം. ഇത് ചിലവും ബാധ്യതയും ത്യാഗവും ഉള്ളതാണിത്. അറിയാം. ഇങ്ങനെ കിടക്കുന്ന ഏതെങ്കിലും ഇത് സർക്കാരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് 24 വർഷമായി. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നടപടിയാണ്, നിങ്ങളിത് കാണണം. അതുകൊണ്ടാണ് അത് പറയണത്. ഈ നടപടി ചെയ്തതാണ് ഇങ്ങനെ കിടക്കണത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ച് പണം ഇവിടെ തന്നാൽ ഞാനത് വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കൂലേ? ഞങ്ങൾ തന്ന പണം എന്ത് ചെയ്ത്? എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? എൻ്റെ പേരിൽ നടപടി എടുക്കൂലേ? ഇപ്പോൾ ലാലു പ്രസാദ് യാദവൊക്കെ കാലിത്തീറ്റ കേസിലൊക്കെ അവർ വെട്ടിപ്പ് നടത്തി അവരെയൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടൂടെ? എനിക്ക് പണം തന്നവർ വരട്ടെ, രംഗത്ത് വരട്ടെ. ആര് പണം തന്നു? ആര് തരുന്നു? കൊടും പട്ടിണിയാണ്. നിങ്ങൾ നോക്കി, ഇത്രയും നേരം അടുപ്പ് കത്തിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും അങ്ങോട്ട് ചെന്ന് നോക്കി. ഉദ്ദേശം എത്ര പട്ടിയും പൂച്ചയും വരും ഇവിടെ? അതൊക്കെ കുറേ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണ്ണയൊന്നുമില്ല. എണ്ണണത് ആയിരിക്കില്ല കൊണ്ടുവരണത്. ദിവസവും ഞാൻ ആളുകൾ കൊണ്ട് എറിഞ്ഞിട്ട് പോണത്. അതാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോയി മരിച്ചാൽ മതി. ഇവിടെ ഞാൻ കിടന്നുകൊണ്ടാണല്ല ഈ നാറ്റവും ശ്വസിച്ചേ ഇതൊക്കെ ഡെവലപ്പായി കൂടുതലും കെട്ടി ഇതിനൊക്കെ ഇടാൻ നമുക്ക് നിവർത്തിയില്ല. ആരും നമുക്ക് തരില്ല. അപ്പോൾ ഈ നാട്ടുകാർ കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന് മുന്നിൽ ഉപേക്ഷിക്കും. അതാണ് അവർ വളർത്തുന്ന പട്ടി. വയസ്സാകുമ്പോൾ അസുഖം ബാധിക്കുമ്പോൾ മതിലിൽ കൂടെ എറിയും. പ്രസവിക്കുന്ന അവരെയൊക്കെ വീട്ടിൽ വിൽപ്പനയ്ക്ക് പട്ടിയെ വളർത്തും. പെണ്ണാണെങ്കിൽ അത് എടുക്കില്ല. അതിനെ കൊണ്ടുവന്ന് മതിലിൽ കൂടെ എറിയും. അമ്മ അതിനെ സംരക്ഷിക്കുന്നവർക്ക് അറിയാം. ഞാനൊന്നിനെയും കൊല്ലൂല. ഞാൻ വഴി കിടക്കുന്നതിനെ രക്ഷിക്കുന്നതല്ലേ. ദുഃഖിക്കുന്ന മൃഗങ്ങളോടുള്ള കാരുണ്യ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ആ വീക്ഷണത്തോടെ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ആക്ഷൻ ഫോർ ഡിസ്ട്രസ്ഡ് അനിമൽസ്. ബാക്കി പേരാരും പട്ടിയെ സ്ഥാപനത്തിൽ വളർത്തൂല. അവർ റോഡിലിവിടെയാണ് വന്ധ്യംകരിച്ച് പിടിക്കുന്ന. നിങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ, 3-ാമത്തെ ദിവസം പട്ടിയെ റോഡിൽ ഉപേക്ഷിക്കും. അവരെന്തറിയുന്നു? ഈ പട്ടിയുടെ ഹിസ്റ്ററി പിന്നെ അവരറിയുന്നില്ല. അത് വെള്ളം കുടിക്കുന്നോ, ആഹാരം കഴിക്കുന്നോ. വന്ധ്യംകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? യൂട്രസ് നീക്കം ചെയ്യുന്നതാണ്. ഇത് സമൂഹത്തിലെ ജനത്തിന് അറിഞ്ഞൂടാ. ഒരു സ്ത്രീക്കായിരുന്നാലും ഒരു പട്ടിക്കായിരുന്നാലും അതിൻ്റെ ഗർഭപാത്രം എടുത്ത് നീക്കം ചെയ്യുമ്പോൾ ഹോർമോണിൻ്റെ ഉൽപ്പാദനം തീർന്ന് പിന്നെ അത് ഡിപ്രസ്ഡ് ആവും. അത് വയലൻ്റായി നാക്കും താത്ത് പിടിച്ചു ഉമിനീര് ഒഴുക്കി മ്ലാനമായി ഇങ്ങനെ ആളുകളെ നോക്കുമ്പോൾ പേപ്പട്ടിയെന്ന് വിളിച്ചു കൂവി പഞ്ചായത്തിനെ അറിയിക്കുന്ന അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. കോർപ്പറേഷൻ അടിച്ച് തലേദിവസം വന്ധ്യംകരിച്ച പട്ടിയാണ്. ഇതൊന്നും ലോകത്താരും അറിയാത്തതുകൊണ്ടാണ് പൊന്ന് എന്താ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഈ ലോകത്ത് വരാൻ പോണ ശാപം, ദുരിതം എല്ലാം വെള്ളത്തിലൊഴുകും. എല്ലാം തീ കത്തും, തീമഴ പെയ്യും, അഗ്നിമഴ പെയ്യും. സത്യമില്ല, നീതിയില്ല. ഞാൻ ഈ ചെയ്യുന്ന എനിക്ക് എന്തുമാത്രം പ്രതികൂലം ഉണ്ടെന്നറിയാം. എന്താണ്? ആരും എനിക്കൊന്നും തരരുത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നടന്നു പോകുമ്പോൾ വഴിയിലൊരു പട്ടിക്കുഞ്ഞൊരു അമ്മയില്ലാത്തൊരു കുഞ്ഞിരുന്ന് കരയണാണുമ്പോൾ ഞാൻ എടുക്കാതെ പോകണം. ഞാനൊരു ജന്തു സ്നേഹിയാണ്. ഞാൻ അതിനെ എടുത്തു കൊണ്ടുവരും. ബാലനാപുരം മാർക്കറ്റിൻ്റെ അപ്പുറത്ത് 3 മുക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പട്ടി പുഴുത്ത് അവിടെ ബാധിച്ച് കിടന്ന്. ആരും ആ പട്ടി എടുക്കൂല. ഞാൻ അവിടെ ചെന്നെടുത്ത് വണ്ടിയിൽ കൊണ്ട് ആട്ടോയിൽ കയറ്റൂല. ആട്ടോയിൽ കയറ്റിയ പൈസയില്ല. അവിടെ നിന്ന് ഇവിടെ വരാൻ 1000 രൂപയെങ്കിലും വാങ്ങിക്കും. സർവീസ് ബസ്സിന് ചെന്നിട്ട് കയറ്റൂല. ബാലനാപുരം കൈത്തറി കടയിൽ ചെന്ന് 2 ലുങ്കി വാങ്ങിച്ച് ഈ പട്ടിയെ ഇട്ട് പൊതിഞ്ഞ് തോളിൽ തൂക്കി ഈ പട്ടിയെ കൊണ്ട് മലയം കീട് ഊരൂട്ടമ്പലം വഴിക്ക് നടന്ന് ഇവിടെ വരാം. എനിക്കപ്പോൾ ആളുകൾ പറഞ്ഞെന്താണെന്ന് ഭ്രാന്ത്. ഇത് ഭ്രാന്തുള്ളവർ ചെയ്യേണ്ട പണിയല്ല. ഭ്രാന്തുള്ളവർ വേറെ പലതും ചെയ്യുന്നുണ്ട്. പണം തട്ടിപ്പുകാരും പെണ്ണ് വാണിഭം നടത്തുന്നവരും പെണ്ണ് കച്ചവടക്കാരും പെണ്ണിന് കൂട്ടിരിക്കുന്നവരും പെണ്ണായിട്ട് പോണവരും ഒക്കെ വേറെ പലതുമാണ് ചെയ്യുന്നത്. ഞാൻ ആ സർവ്വശക്തനായ ദൈവത്തെ നിലനിർത്തി ആ പട്ടിയെ അവിടെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ശരീരത്തിൽ ഒരു രോമവുമില്ല, പുഴു ബാധിച്ച പട്ടിയെ ഞാൻ ആ ബാലനാപുരം ഊരൂട്ടമ്പലം വഴിക്ക് കാണുന്നവരൊക്കെ എന്നെ പിടിച്ചിട്ട് മൂക്കി പിടിക്കുമായിരുന്നു.
ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ച് എനിക്ക് എന്തിനു വേണ്ടി എനിക്ക് ദുഃഖിക്കുന്ന മൃഗങ്ങളോട് ഒരു കാരുണ്യ പ്രവൃത്തി അങ്ങനെ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ആക്ഷൻ ഫോർ ഡിസ്ട്രസ്ഡ് അനിമൽസ്. ഡിസ്ട്രസ്ഡിൻ്റെ അർത്ഥം എന്തെന്ന് ഡിക്ഷണറി എടുത്ത് നോക്കണം. 7 വാക്കുകളടങ്ങിയ ഒരു വാക്കാണ്. എൻ്റെ പ്രവൃത്തിക്ക് മലയാളത്തിലൊരു പദം ഇടാനില്ല. ഉപേക്ഷിക്കപ്പെട്ടത്, അപകടങ്ങളിൽപ്പെട്ടത്, പട്ടിണി കിടക്കുന്നത്, ആരോരുമില്ലാത്തത്, വലിച്ചെറിയപ്പെട്ടത്, കണ്ണുനീരിൽ കുതിർന്നത്, ഇങ്ങനെ 7 വാക്കുകളടങ്ങിയ ഒരു വാക്ക് ഡിക്ഷണറിയിൽ നോക്കണം. ഡിസ്ട്രസ്ഡ്. അതിവിടെ ബോർഡ് വെച്ചെന്നും പറഞ്ഞേ ആളുകൾ ചോദിക്കും 2 പട്ടിയെ കളയാനുണ്ട്, ഇവിടെ കൊണ്ട് കളയാൻ. പേയാട് ഒരു സാറാമ്മയുണ്ട്, അവിടെ കൊണ്ട് കളഞ്ഞാൽ മതി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവരെ ധാരണ ഡിസ്ട്രസ്ഡ് എന്ന് എഴുതി വെച്ചേക്കണത് ഇവിടെ ഞാൻ എടുക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയെന്നാണെന്നാണ് അവർ ധരിച്ചു വെച്ചേക്കണത്. കാരണം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. വളരെ ദുഃഖിക്കുന്ന ജീവി, ആരോരുമില്ലാതെ അതിനെ മാത്രം രക്ഷിക്കുന്ന അങ്ങനെ രൂപം കൊണ്ടൊരു സംഘടനയാണ് ഇതിവിടുത്തെ. ആരുടെ പറഞ്ഞാൽ മനസ്സിലാവോ? വിദ്യാഭ്യാസം ഉള്ളവനാണ് ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോണം. ഞാൻ എടുത്തു വെച്ചുകൊണ്ട് കരയും. ആ കരച്ചിൽ അവൻ്റെ കുടുംബത്തിന് ശാപമായി മാറും. അരിയില്ല, ആഹാരമില്ല. നിങ്ങൾ ചെന്ന് നോക്കി, ഇത്രയും നേരം അടുപ്പ് കത്തി എന്തുമാത്രം ഈ സുഖമില്ലാത്ത പൂച്ചകൾ അടച്ചിട്ടിട്ടുണ്ട് കുറേ എണ്ണം. പിന്നെ അപകടത്തിൽപ്പെട്ട പിന്നെ പല തത്തകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് സുഖമുള്ളതാണെങ്കിൽ ഞാനതിനെ തുറന്നു വിടും. കുറേ ദിവസം കഴിയുമ്പോൾ അത് പോയി ആടിപ്പാടി എവിടെ പോയി ജീവിക്കട്ടെ, 5 ദിവസമെങ്കിലും ജീവിച്ച് മരിച്ചോട്ടെ, എന്നാൽ ആടിപ്പാടി പോട്ടെ എന്ന് പറയും. തീരെ അവശതയായ പക്ഷികളെ അത് വെളിയിൽ പറയാൻ പറ്റത്തില്ല. 3 തത്ത ഇവിടെ ഇരുന്ന് സുഖമില്ലാത്ത, ഒരെണ്ണമാണെങ്കിൽ ഒരുപാട് വയസ്സായി, ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരെണ്ണം ഒരു കുഞ്ഞ്, പിന്നെ ഒരെണ്ണത്തിൽ കൂടെ വലുത്. കാക്ക ഇട്ട് കൊത്തി വലിച്ചെടുത്തുകൊണ്ട് വന്നാണ്. ഫോറസ്റ്റിൽ നിന്ന് പള്ളിരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് കാട്ടാക്കടയ്ക്ക് അപ്പുറത്ത് ഒരു ഫോറസ്റ്റുകാരൻ വന്നു. ഞാൻ ഇവിടെ നടുത്തോടെ ഒടിഞ്ഞിവിടെ കിടക്കായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസമേ ആവുള്ളൂ. ഗേറ്റ് തുറന്ന് ഇഞ്ഞ് കയറി. പരുത്തിപ്പള്ളി ആ ഫോറസ്റ്റ് ഒരു കറുപ്പായി. ഇതിനൊക്കെ വെള്ളം അടിച്ച് ഫിറ്റായി. ഫോറസ്റ്റുകാർക്ക് ദയവുണ്ടാ, അവർ ഒന്നിനെ പിടിക്കുക കൊണ്ട് കാട്ടിക്കളയാം. ഞാൻ ചോദിക്കട്ടെ, 45 വർഷം പാങ്ങോട് മാർക്കറ്റിൽ മീൻകാർ, ഇത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപേക്ഷിക്കരുത്. മീൻകാർ മലത്തി വെച്ച് വെട്ടിയ ഒരാമയെ ഞാൻ അന്ന് സ്കൂട്ടർ ഓടിച്ച് പോയിരുന്നെന്ന് ജോലിയിലിരുന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ വെട്ടല്ലേ, ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് ആ ആമയെ ചെന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് 45 വർഷം എൻ്റെ കസ്റ്റഡിയിൽ ആഹാരവും കഴിച്ച് അതിനെ പുറത്ത് വിടാൻ പറ്റില്ല. വയറിൻ്റെ അടിവശത്ത് ഒരു വലിയ മുറിവുണ്ട്. അത് ഉണങ്ങി വന്ന് അതിനെ ഇനി 45 വർഷമായ ആമയ്ക്ക് ഇനി പുറത്ത് പോയി തേടി തിന്നാൻ പറ്റില്ല. അതിവിടെ കിടന്ന് ഈ ഫോറസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ പള്ളിരുത്തി അല്ലല്ലോ, പരുത്തിപ്പള്ളി അങ്ങേര് ഇവിടെ വന്ന് ആ പാമ്പിനെ പിടിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, കൂടെ ഉള്ളൊരു വെളുത്ത പെണ്ണ്, അവളും കൂടെ ആയിട്ട് ഇവിടെ വന്ന് ഞാൻ അപ്പോഴും ഇങ്ങനെ പിടിച്ച് പടി ഇടിച്ചിടിച്ച് വരെയാണ് നടക്കാമേ. ഇനി കയറി വന്ന ഉടനെ ആദ്യം 2000 രൂപയ്ക്ക് ഒരു കൂട് വാങ്ങിച്ചു വെച്ചിരുന്നു. ആ കൂടും അവൻ്റെ തല തെറിക്കാൻ അവന് ചാപമാണത് എടുത്തുകൊണ്ട് പോയി. ആ കിളിയ അത് ചക്കക്കുരും മുരിങ്ങാക്കയും തോരനെന്ന് പറഞ്ഞാൽ ഈ തത്തകൾ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ്. ഞങ്ങൾ വെജിറ്റേറിയനാണ്. അത് വേവിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് അത് തിന്നുവന്നപ്പോൾ ഇയാൾ വന്നു, ചക്കക്കുരു മുരിങ്ങയൊക്കെയാണ് തത്തയ്ക്കുള്ളൂ, ഇവൻ വല്ലതും കൊടുത്ത് കിടപ്പുണ്ട. അവൻ അതിനെടുത്ത് തറയെ തട്ടിയിട്ട് എനിക്ക് ബലം പ്രയോഗിക്കാം. എന്നെ ഇന്നത്തെ ഈ സ്ഥിതിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയനാ. അവൻ എടുത്ത് അതിനെയും കൊണ്ടുപോയി. ആമയെ കൊണ്ട് എന്നിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് അങ്ങ് എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ ആരോ ഇവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ബലം പ്രയോഗിക്കാൻ വയ്യ, അവിടെ വേറെ ആരും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു സ്ഥാപനമാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയൂ ആക്രിക്കാർ കിടക്കണമെന്നല്ലോ. നിങ്ങളിതിനെ കൊണ്ടുപോയി, ഇന്നതാണ് അതിൻ്റെ സ്ഥിതി. 45 വർഷമായ ആമയാണ്. ഇനി അതിന് പുറം ലോകത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കസ്റ്റഡിയിൽ അതിനെ വളർത്തും. നിങ്ങൾ എവിടെ കൊണ്ടുപോകും? നിങ്ങൾ വനത്തിൽ വിടരുത്, തുറന്ന് വിടരുത്, വെള്ളത്തിൽ വിടരുത്. നിങ്ങളുടെ കസ്റ്റഡിയിൽ വളർത്ത്. ആ തത്തക്കുഞ്ഞൊരു പൊടി കുഞ്ഞാണ്. ഒരു തത്തയ്ക്ക് കണ്ണ് കാഴ്ചയില്ല. നിങ്ങൾ തുറന്നു വിട്ടാൽ അതിന് പുറം ലോകമായിട്ട് അങ്ങനെ ദുഃഖിക്കുന്നതിനെ ഞാൻ ഇവിടെ ഉണ്ടാക്കണമാണ്. വിൽപ്പനയ്ക്കും വിനോദത്തിനും ഞാൻ വളർത്തുന്ന ജീവിയല്ല. അയാൾ കൊണ്ടുപോയി. അയാളെ പേരിലൊരു കേസ് കൊടുക്കാൻ വക്കീലിൻ്റെ അവിടെ എഴുതിയിട്ടേക്കണം. ആ വക്കീൽ ഇതിനിടയ്ക്ക് എന്തോ ഒരു കാര്യമായിട്ട് വേണം, വെറുതെ എവിടെയെന്നുള്ള. എത്ര കൊല്ലമായി ചേച്ചി ഇത് തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 40-42 വർഷമായി. രജിസ്ട്രേഷൻ ചെയ്തിട്ട് 24 വർഷം. 24 വർഷമായ സ്ഥാപനമാണ് ഇങ്ങനെ കിടക്കുന്നത്. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ പത്തനംതിട്ട. എന്താ നാട്? BA പാസ്സായതാണ്. BA പാസ്സാണ്. KGT ഡിപ്ലോമ ഉണ്ട്. ഗാനഭൂഷണം പാസ്സാണ്. ഇതെന്ന് എന്തിനാണ് എഴുതുന്നത്? എന്തിനാ നിങ്ങൾ ഡെലിഗേറ്റ്? നിങ്ങൾ സംസാരിച്ചപ്പോഴാണ് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയെന്ന് മനസ്സിലായത്, അതുകൊണ്ട് ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എവിടെ? പത്തനംതിട്ടത്താണ് ജീവിക്കുന്നവർക്കൂടെ ജീവിക്കാം. അതൊന്നും ചോദിക്കേണ്ട. കുടുംബക്കാർക്കൊക്കെ നാണക്കേടായതുകൊണ്ട് ഞാൻ നാടും വിട്ട് വീടും വിട്ട് ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആരുടെ കാര്യം, റിലേറ്റീവിൻ്റെ ആരുടെ കാര്യവും ചോദിക്കേണ്ട, എന്നെ മാത്രം ചോദിക്കണം. അവരാരും ഇതിനോട് യോജിക്കൂല. അപ്പോൾ എങ്ങനെയാണ് ഈ അവോയ്ഡ് ചെയ്ത് കളയുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ കുറച്ചെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? എങ്ങനെയാണ് ഈ ചെലവുകൾ എന്ന് പറഞ്ഞാൽ വലിയ ബത്തപ്പാട് രാത്രി 12 മണിക്കകം എന്തെങ്കിലും ഒരുക്കി കൊടുക്കും. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം നിങ്ങൾ വിളിച്ച് വരാന്ന്. ആരെങ്കിലും സഹായിക്കാറുണ്ടോ? സഹായിക്കാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതിനിടയ്ക്ക് വെച്ച് ഒരു 3 മാസത്തേക്ക് മുമ്പ് കഴക്കൂട്ടത്തുനിന്ന് ഒരു സ്ത്രീ 10-15 കിലോ അരിയും 1-2 പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയി. അവരൊന്നും എന്നും കൊണ്ട് തരൂല. അങ്ങനെ ആരെങ്കിലുമൊക്കെ തന്നിരുന്നെങ്കിലും രക്ഷപ്പെട്ടു പോകും. ഇത്രയും നേരം അടുപ്പ് കത്തിച്ചിട്ടില്ല. ദൈവസാക്ഷിയായിട്ടാണ് നിങ്ങൾ പറയണം. നിങ്ങൾ വന്ന് നോക്കണം. യാതൊരു എത്തിച്ചിട്ടില്ല.
എത്ര കിലോ അരി 15 കിലോ അരി വേണം. എല്ലാവരും ഇപ്പം നിശബ്ദരായി കിടക്കുന്നു, വിശന്ന് കിടക്കണം. അതുമല്ല ഒരു വിളിയൊക്കെ വിളിച്ചിട്ട് കിടക്കുകയാണ്. പിന്നെ പൂച്ചകൾ ഓടും. ഒരനക്കം അവിടെ ഗേറ്റിൻ്റെ അവിടെ തട്ടുമ്പോൾ അവർ ഓടും. അപ്പുറം ഇപ്പുറമൊക്കെ പോയിരിക്കും. എന്ത് ചെയ്യും? കുറേ ഒരു 10-50 കോഴികളെ വരുള്ളൂ അവിടെ കണ്ട്. ബാക്കിയൊക്കെ അവിടെ ഏൽപ്പിച്ചു. അതും പറയാം, ആരോ പരാതി കൊടുത്തെന്നും പറഞ്ഞ് രേഖാമൂലം പേപ്പർ തന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിന് ആരോ എതിര് പറഞ്ഞ് അതായത് മൃഗങ്ങളെ അശാസ്ത്രീയമായി പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമല്ലാത്തരി കണ്ടമാനം. അതുകൊണ്ട് പറഞ്ഞ് വെറ്റിനറി ഡോക്ടർ പ്രസാദ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ പേരും കൂടെ പറയാം. അദ്ദേഹം എൻ്റെ കൂടെ ചോദിച്ചില്ല, നിങ്ങൾക്ക് പണം വല്ലതും വരുന്നോ, ഇതെങ്ങനെയാണ് ഇത്രയെന്നെങ്കിലും നിങ്ങൾ ചോദിച്ചല്ല. അതിന് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഒന്നും ചോദിക്കാതെ ഈ കണ്ട അലങ്കോലമായി കിടക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥിതിവിശേഷം അനിമൽ വെൽഫെയറിൽ എഴുതി അയച്ചു. ആ അയച്ചതിൻ്റെ റിപ്ലൈയും വന്നിട്ടുണ്ട്. അവർ ഇന്നതുപോലെ എഴുതി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിട്ടു, സാർ എന്നോട് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഞാൻ ഇങ്ങനെ ഇട്ടേക്കണത് എങ്ങനെയാണ്? നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന കാശ് നിങ്ങളുടെ ഫാമിലിയെ സംരക്ഷിക്കുകയാണ്. ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കൊരു വീട് വെച്ച് കിടക്കാൻ പറ്റുമോ? ഇതിന് ഒരു നേരത്തെ ആഹാരം ഉണ്ടായി കൊടുക്കണ്ടേ? ചോദിച്ചു. പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാൻ ഇല്ല, അപ്സെറ്റായി പോയി. ഇനിയിപ്പം എന്താണ് നിങ്ങളുടെ ഭാവിയിലുള്ള ഒരു തീരുമാനം? വേറെ ഒന്നുമില്ല. ഇങ്ങനെ കിടക്കാനല്ല. നമുക്ക് സർക്കാർ ആരെങ്കിലും സർക്കാരോ സമൂഹമോ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കിടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുജനങ്ങൾ തന്നില്ലെന്ന് പരാതി പറയുന്നല്ല. എത്രയോ കോടിക്കണക്കിന് കാശുകൾ അനാവശ്യമായി അവർ ചെലവഴിക്കുന്നു. സത്യം അറിഞ്ഞവർ നേരിട്ട് വന്ന് കണ്ട് അവർ സഹായിച്ചു വല്ലതും ചെയ്തല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുള്ളൂ. കാരണം എനിക്ക് എന്തിരിക്കും, നിന്നെ വിൽക്കാനൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തരായി ജീവിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ ഒരു വാർത്ത കേട്ടാണ് പേയാടുള്ള ഈ സാറാമ്മ എന്ന് പറയുന്ന ഈ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങളെത്തിയത്. ഇവിടെ കണ്ട കാഴ്ച വളരെ പരിതാപകരമായിരുന്നു. മിണ്ടാപ്രാണികളെക്കുറിച്ച് കണ്ണീരൊടുക്കുന്ന അഭിനവ മൃഗസ്നേഹികൾ ഇവിടെ വന്നൊന്ന് കാണണം. പേയാട് BP നഗറിലാണ് ഈ സാറാമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ താമസിക്കുന്നത്. 300ഓളം നായ്ക്കളും പൂച്ചകളുമാണ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവ ഇവർ സംരക്ഷിക്കുന്നത്. പലരും ഈ വീടിന് മുന്നിൽ നിന്ന് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വേണ്ടതാകുമ്പോൾ അകത്തേക്ക് വലിച്ചെറിയുകയാണ് പതിവ്. അതിനെ ഉപേക്ഷിക്കാതെ ഈ പാവം സ്ത്രീ ഇതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 15 കിലോ അരിയെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഈ പക്ഷിമൃഗാദികൾക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ അതിന് പോലുമുള്ള പാങ്ങ് ഈ പാവത്തിനില്ല. പലതവണ അധികൃതരുടെ കനിവിനായി പല വാതിലുകൾ മുട്ടി, പക്ഷേ ഫലമുണ്ടായില്ല. ഇത് കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഉറവ, ദേവിൻ്റെ ഉറവ അല്പമെങ്കിലും വറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ സ്ത്രീക്ക് ചെയ്യണം. കാരണം ഞങ്ങൾ വന്ന് നേരിട്ട് കണ്ടതാണ് ഈ മിണ്ടാപ്രാണികളുടെയും ഈ സ്ത്രീയുടെയും അവസ്ഥ. ക്യാമറാമാൻ ജെയിൻ സിമിൽസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.